ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടതാണ് കേട്ടോ. നമ്മുടെ മെമ്പർഷിപ്പ് ലൈവുകൾ, അതുപോലെ ശരീരം പ്രദർശിപ്പിച്ച് പൈസ വാങ്ങുന്ന ലേഡീസിനെ കുറിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഒരാൾ പറഞ്ഞൊരു അഭിപ്രായമാണ്, ഈ അല്പവസ്ത്രം ധരിച്ച് മറയ്ക്കേണ്ടത് വേണ്ട രീതിയിൽ മറയ്ക്കാതെ അല്പവസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകളെ ഒരു നോർമലായിട്ടുള്ള ഒരു പുരുഷൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ അവൻ നിങ്ങളെ വെറും ഒരു പ്രൊഡക്റ്റായി മാത്രമാണ് കാണുന്നത്. നിന്നെ ഒരു സ്ത്രീ എന്ന നിലയിലല്ലാതെ വെറും ഒരു പ്രൊഡക്റ്റായി മാത്രമാണ് കാണുന്നതെന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. സ്വാഭാവികമായിട്ടും എതിർവശത്ത് കുറച്ച് മോഡലിങ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ലേഡീസ് ഉണ്ട്. അവരങ്ങ് ശക്തമായിട്ട് കുറച്ച് പേരങ്ങ് എതിർക്കാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ നോട്ടത്തിൻ്റെ പ്രശ്നമാണ്, അത് നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രശ്നമാണ്. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അങ്ങനെ നിങ്ങളത് അംഗീകരിക്കുക. നിങ്ങൾ സ്വയം അറിയാമല്ലോ, സ്വയം നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ച് മോശമായ രീതിയിൽ പ്രദർശിപ്പിച്ച് മറയ്ക്കാതെ സാരി തന്നെയാണെങ്കിലും പല ടൈപ്പിൽ ഉടുക്കാം. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വയം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഈ ഒരു സംഭവം കൂടി അംഗീകരിച്ചങ്ങ് മുന്നോട്ട് പൊയ്ക്കോ. നിങ്ങൾ പ്രൊഡക്റ്റുകളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ വേറൊരു സ്ത്രീ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്, യൂണിഫോം ധരിച്ച് സ്കൂൾ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ വരെ ഇതിന് ഇരയാകുന്നുണ്ട്. അതെന്തുകൊണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിനൊരു ഇതാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ മറ്റൊരു സ്ത്രീ ആക്ടിവിസ്റ്റ് വേണമെന്നൊക്കെ തോന്നുന്ന ആരാണോ എന്തോ അവർ ഇങ്ങനൊരു ചോദ്യം എടുത്തിടുകയാണ്. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും തന്നെ ഈ മെമ്പർഷിപ്പ് ലൈവുകൾ ഉൾപ്പെടെ ഒരുപാട് ലൈവുകളുണ്ട്. നിങ്ങൾ പ്രൊഡക്റ്റുകളാണ്, നിങ്ങൾ അംഗീകരിച്ചങ്ങ് മുന്നോട്ട് വയ്ക്കുക. നിങ്ങൾ എന്തായാലും ഇത് നിർത്താൻ പോകുന്നില്ലല്ലോ. നിങ്ങൾ എന്തും നേരിടാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള 10 പേരെ പോറ്റാൻ വേണ്ടി സമൂഹത്തിലുള്ള അടുത്ത വരുന്ന തലമുറയെ നശിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം കുടുംബത്തിന് ആഹാരം കൊടുക്കുന്നത്, സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് പോറ്റുന്നത്. അത് നടക്കട്ടെ. ആ സമൂഹത്തിലെല്ലാം നശിപ്പിച്ചുകൊണ്ട് എത്രയോ പേരുടെ പ്രാക്ക് നിങ്ങളുടെ ഈ ആട്ടം കണ്ടിട്ട്, നിങ്ങളുടെ രാത്രിയിലുള്ള മെമ്പർഷിപ്പ് ലൈവും അതും ഇതുമൊക്കെ കണ്ടിട്ട് അവരിതുപോലുള്ള മെമ്പർഷിപ്പ് ലൈവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആ ലൈവ് കട്ടാക്കിയിട്ട് അവരവരുടെ പാട്ടിന് പോകും, അവർക്ക് പൈസയും കിട്ടും. കാര്യം ശരി തന്നെ. പക്ഷേ ഇവിടെ കാണുന്നവർക്ക് എന്താ പറയുക, അവർക്ക് അതിനായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അത് ബാക്കി അങ്ങോട്ട് ഊഹിച്ചു വെച്ചോ. അതിനൊക്കെ പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ല. അവർക്ക് അത്രയുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിങ്ങൾ സ്ക്രീൻ ഓഫാക്കി അങ്ങ് പോകുമ്പോൾ ഇവിടെ ഇരയാകുന്നത് സാധാരണ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കണം. ഈ പറഞ്ഞ ഓരോ പ്രൊഡക്റ്റുകളും അംഗീകരിക്കുക തന്നെ വേണം. നിങ്ങളുടെ ആട്ടം കണ്ടിട്ട് തന്നെയാണ് ഈ ഓരോ അവരുടെ അടുത്തുള്ള അല്ലെങ്കിൽ അവൻ്റെ കണ്ണിൽ അടുത്ത് കിട്ടുന്ന ഒരു പാവം പിടിച്ച ഒരു പെൺകുട്ടി ഇതിനെ അനുഭവിക്കേണ്ടി വരുന്നത്. അവളുടെ പ്രാക്ക്, ഇങ്ങനെ ഇരയാകപ്പെട്ട ഒരുപാട് ലേഡീസിൻ്റെ പ്രാക്ക് നിൻ്റെയൊക്കെ തലയിൽ വീഴും. ഈ വേസ്റ്റ് പ്രൊഡക്റ്റുകളുടെ തലയിലുണ്ട്, നിൻ്റെ കുടുംബത്തിനുണ്ട്. അവർ കരയുന്നത് കണ്ട് തന്നെ നിങ്ങൾ എത്ര നാൾ നിങ്ങൾ ഉണ്ടാക്കുക. എന്നാണെങ്കിലും മനുഷ്യൻ മരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് സമാധാനമില്ലാതെ കരഞ്ഞ് തന്നെ നിങ്ങളൊക്കെ ഒടുങ്ങേണ്ടി വരും. മനസ്സിലായില്ലേ? അതാണ് കാരണം. ഒരുപാട് പേരുടെ പ്രാക്കുണ്ട് സമൂഹത്തിൽ, ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ ആണെങ്കിലും. അപ്പോൾ വേറെ ഒരു ന്യായം കൊണ്ട് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടല്ലേ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിന് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്നത് നിൻ്റെയൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പേക്കൂത്തുകൾ കൊണ്ട് തന്നെയാണെന്ന് പറയുന്നേ. അതൊക്കെ നിൻ്റെയൊക്കെ തലയിൽ തന്നെ വരും. എന്തേ ഇങ്ങനെ അവരെ വൈകൃതമായിട്ടുള്ള സ്വഭാവമാക്കണമെന്ന് ഇങ്ങനത്തെ കുറേ വേസ്റ്റ് പ്രൊഡക്റ്റുകളാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ കേൾക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നവരെ ന്യായീകരിക്കുന്നതല്ല കേട്ടോ. ഇങ്ങനെ ഡോക്ടേഴ്സിനെ കുറിച്ചൊരു ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഡോക്ടേഴ്സിൽ തന്നെയാണെങ്കിലും അവർ തീർച്ചയായിട്ടും അവർക്കൊരു ബോഡി മാത്രമാണ്. അവർ ആ ഒരു സമയത്തല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാളെ വിവസ്ത്രയാക്കി കിടത്തുന്നത് പോലെയല്ല റോഡിലൂടെയും ഉത്സവപ്പറമ്പിലും അതുപോലെ പ്രദർശന ഷോകളിലും ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. മനസ്സിലായില്ലേ? അത്ര പോലും വിവരദോഷികളായിട്ടുള്ള കുറേ എണ്ണങ്ങളാണ് അത് പറയാനിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററും തെരുവുമായിട്ട്
കമ്പയർ ചെയ്യണം. സോഷ്യൽ മീഡിയയും ഓപ്പറേഷൻ തിയേറ്റർ ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതവിടെ ഒരു ബോഡിയാണ്. അതിപ്പോൾ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഡോക്ടേഴ്സിന് ഒരുപോലെ തന്നെ അവരത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ ബോഡി എങ്ങനെ സുഖപ്പെടുത്തുക എന്നുള്ളൊരു മൈൻഡായിരിക്കും അവരുടെ തലയിലുള്ളത്. അല്ലാതെ ആ സമയത്ത് മറ്റ് അല്ല. നേരെ മറിച്ച് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഫോണും എടുത്ത് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ആട്ടം കാണുന്നതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും നിങ്ങളൊക്കെ വേസ്റ്റ് പ്രൊഡക്റ്റുകളായിട്ട് തന്നെയാണ് കാണുന്നത്. അതൊക്കെ അങ്ങോട്ട് അംഗീകരിക്കുക കേട്ടോ. അതൊക്കെ അങ്ങോട്ട് അംഗീകരിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ അംഗീകരിക്കാതെ അയ്യോ കുലസ്ത്രീകളായിട്ട് വലിയ ഇതായിട്ട് നടന്ന് ഇതാക്കണ്ട കേട്ടോ. എന്നിട്ട് മറ്റു സ്ത്രീകളെ കളിയാക്കുന്നുണ്ട്, കുലസ്ത്രീകളെ ആയിട്ട് കുറേ കുത്തുന്നുമുണ്ട്. അന്തസ്സായിട്ട് ജീവിക്കടി. നിനക്കൊക്കെ സ്വയം അറിയാമല്ലോ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത്. നിങ്ങൾ പ്രൊഡക്റ്റ് ആണോ അതൊരു സ്ത്രീ ആണോ എന്നുള്ളത് സ്വയമേ അങ്ങ് തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇതാണ് സത്യം. ഇതൊക്കെ തന്നെയാണ്. നിങ്ങളൊക്കെ ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണുന്നത്. അതിപ്പോൾ പുരുഷൻ്റെ കണ്ണിലൂടെ മാത്രമല്ല, ഞങ്ങൾ സ്ത്രീകളുടെ കണ്ണിൽ നീയൊക്കെ വെറും വേസ്റ്റ് പ്രൊഡക്റ്റുകൾ തന്നെയാണെന്നേ പറയുള്ളൂ. എന്തിനൊക്കെയോ വേണ്ടി ആട്ടമാടുന്ന വസ്തുക്കൾ, വിഷവസ്തുക്കൾ മാത്രമാണ് നിങ്ങളെ പോലുള്ള അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ. മറ്റേ ഇത് കൾച്ചർ വേറെയാണ്. പിന്നെ പുറം നാട്ടിലെ കൾച്ചറും തൂക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ കൾച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച് പോകുക. എന്തെങ്കിൽ പിന്നെ ഒട്ടും വസ്ത്രം ധരിക്കാത്ത പല കൾച്ചറുകളും ഉണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ട് അത്രക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആഗ്രഹമാണെങ്കിൽ അങ്ങനെയും നടന്നേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ നാട്ടിലോട്ട് പോകൂ. അവിടെ ആകുമ്പോൾ മാലയും വളയൊക്കെ മാത്രം ധരിച്ച് നടക്കുന്നവരും ഉണ്ട്, ചില വർഗ്ഗക്കാരുണ്ട്. അങ്ങ് പോകൂ, അവിടെ പോയി തുണി ഇല്ലാണ്ട് നടന്നു. അപ്പോൾ പിന്നെ നല്ലതല്ലേ, കുഴപ്പമില്ലല്ലോ. എന്നും പറഞ്ഞ് അവിടെ കാണിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇവിടുത്തെ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് പോവുക അത്യാവശ്യം. അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ഈ അഹങ്കാരത്തിനും വേണ്ടത് മറയ്ക്കാതെ വെച്ചിട്ടുള്ള ഈ കളിക്കുമൊക്കെ ഉണ്ടല്ലോ സാധാരണ ഒരു പെൺകുട്ടിയായിരിക്കും ഇരയാവുന്നത്. അത്രേ പറയാനുള്ളൂ. അപ്പോൾ തന്നെ ആ ഇൻ്റർവ്യൂവിൽ വേറൊരു മോഡലിങ്ങിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പുരുഷൻ ചാടി ഇറങ്ങിയിട്ട് പറയുകയാണ്, ഞങ്ങളൊക്കെ ഷമ്മി ഇട്ടിട്ട് തന്നെ ഇതൊക്കെ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് നമുക്കൊന്നും അങ്ങനെ നമ്മുടെ കണ്ണിലൂടെ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവിടെ ആ പറഞ്ഞ ആൾ പറഞ്ഞു, നിങ്ങൾ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു, ഇവിടെ ഷമ്മിയുടെ കാര്യം ആരാ പറഞ്ഞത്? അപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാം അതൊരല്പവസ്ത്രമാണെന്ന്. അതിട്ടാലേ സംഭവം റീച്ചിൽ ഓടുകയുള്ളെന്നും അറിയാം. അതറിയാവുന്നത് കൊണ്ടല്ലേ അങ്ങനെ ധരിപ്പിക്കുന്നത്. അവിടെ ഷമ്മിയുടെ കാര്യം ആരാ പറഞ്ഞത്? അതൊക്കെ തേച്ചൊട്ടിച്ചു കൊടുത്തത്. എന്തായാലും അത് ആ ഇൻ്റർവ്യൂ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഓഹാ, എന്തൊരു നല്ല അന്തസ്സായിട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സമാധാനമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പറയാനും ഒക്കെ കുറച്ച് പേര് വേണം. മറ്റുള്ളവരുടെ മറ്റേ എതിർവശത്തുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങളെയൊക്കെ അടിച്ചിരുത്തി കേട്ടോ. ആള് ഒരു TV ന്യൂസ് ഇൻ്റർവ്യൂ തന്നെ കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളൊക്കെ ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാനതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിട്ടാണ് പറയുന്നത്. എനിക്ക് പിന്നെ അത് ഒരുപാട് ഇതിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനത് ഡയറക്റ്റ് അത് തന്നെ കേൾപ്പിച്ചേന്. അപ്പോൾ ആ മോഡലിങ്ങിൻ്റെ ആ നേതൃത്വം കൊടുക്കുന്ന ആൾ പറയാതെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. എല്ലാം മറച്ചു വെച്ചിട്ടുള്ള ഫാഷൻ ഷോ നടത്തിയത് കൊണ്ട് നല്ല റീച്ച് കിട്ടില്ല. അതിന് ഇങ്ങനത്തെ വസ്ത്രം കുറച്ചൊക്കെ പുറത്ത് കാണിച്ചിട്ടുള്ളത് ഇട്ടുകൊണ്ട് ആടിയാലേ റീച്ച് കിട്ടുള്ളൂ. ഈ മോഡേൺ വസ്ത്രം ധരിക്കുന്നതിനല്ല ഈ പറയുന്നത്. മോഡേൺ വസ്ത്രം എന്ന് പറഞ്ഞാൽ എത്രയോ വൃത്തിയായിട്ടുള്ള വസ്ത്രങ്ങളുണ്ട്. അല്ലാതെ എല്ലാവരും സാരി കൊടുത്ത് എല്ലായിടം മൂടിപ്പഴിച്ച് നടക്കണമെന്നല്ല പറയുന്നത്. മോഡേൺ ആയിട്ടുള്ള എത്രയോ നല്ല വസ്ത്രങ്ങളുണ്ട്, അതൊക്കെ ധരിക്കണം. നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ആരെയും പറയുന്നതല്ല, നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. ഓരോ സ്ത്രീക്കും സ്വയം തീരുമാനിക്കാം, ഞാൻ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുണ്ടോ, സമൂഹത്തിൽ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടോ, ഇത് വേസ്റ്റ് പ്രൊഡക്റ്റ് മറ്റുള്ളവരുടെ കണ്ണിൽ ഞാനൊരു പ്രൊഡക്റ്റ് ആണോ എന്ന് സ്വയം തീരുമാനിച്ച് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ തീരുമാനിച്ചോളൂ. അത് ഞാനൊരു സ്ത്രീയാണ് പറയുന്നത്, പുരുഷൻ്റെ കണ്ണിലൂടെ നോക്കണ്ട. നമ്മളും ഒക്കെ നിന്നെയൊക്കെ വെറും ഒരു വസ്തുവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. സമൂഹത്തിന് വേണ്ടാത്ത, സമൂഹത്തിൻ്റെ ദോഷകരമായിട്ടുള്ള വെറും ഒരു വസ്തുവായിട്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ഞാൻ കാണുന്നത്. മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവരുൾപ്പെടെ.